ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ ഒരു ട്രിപ്പിൻ്റെ വിശേഷങ്ങളായാലോ. ഒമാനിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഈ കാണുന്ന പുഴയൊക്കെ കടന്നു വേണം നമുക്ക് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ. അതിനുവേണ്ടി നമ്മൾ ഈ ബോട്ടിലൊക്കെയാണ് കയറി പോകേണ്ടത്. അപ്പം ഞാൻ ഒട്ടും വലിച്ചു നീട്ടുന്നില്ല. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്ന പോലെ തന്നെ ബോട്ടിൽ രണ്ട് സൈഡിലേക്കും കൂടെ അവർ ചാർജ് ചെയ്യുന്നത് 1 ഒമാനി റിയാലാണ്. കുട്ടികൾക്ക് അവർ ചാർജ് ചെയ്തില്ല കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട സേഫ്റ്റി ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ സൈഡിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാം. ഈ കാണുന്ന ചേട്ടനില്ലേ, പുള്ളിക്കാണ് നമ്മൾ പേ ചെയ്യുന്നത്. ഇനി ഈ ബോട്ട് ക്രോസ് ചെയ്ത് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ പിന്നീട് കടയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ആയിട്ട് വേണം ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കുറച്ച് വാട്ടർ ബോട്ടിൽസ് ഒക്കെ എടുത്തായിരുന്നു കേട്ടോ. അത് നമുക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആകും. കാര്യം കുറച്ച് ഹൈക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കഴിയുമ്പോൾ. അങ്ങനെ നമ്മുടെ ടേണായി നമ്മൾ ബോട്ടിൽ കയറി. ഞാൻ കുറച്ച് ടെൻഷനിലൊക്കെയാണ് ഇരിക്കുന്നത്. കാര്യം എനിക്ക് നീന്താൻ അറിയില്ല. അതുകൊണ്ട് ഞാൻ ഹരിനെ ഇങ്ങനെ പിടിച്ചൊക്കെയാണ് ഇരിക്കുന്നത്. എന്നാലും പക്ഷേ ഈ ഒരു യാത്ര ഭയങ്കര അടിപൊളിയായിരുന്നു. കാര്യം ഒരുപാട് മലയും അതിൻ്റെ നടുക്കൂടെയുള്ള നമ്മുടെ ബോട്ട് യാത്രയൊക്കെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ബോട്ടിൽ ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങിയ ശേഷം ഞാൻ ആദ്യം കണ്ടത് തിരിച്ചു വരുന്ന ആൾക്കാരുടെ കാലിൽ പൊടിയായിരുന്നു. ബേസിക്കലി ഞാനൊരു മടിച്ചായതുകൊണ്ട് അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കാലിൽ കിടന്ന വൈറ്റ് ഷൂ എടുത്ത് ഞാൻ പാക്ക് ചെയ്ത് ബാഗിലാക്കി. പിന്നെ സ്പെയർ ആയിട്ട് കൊണ്ടുവരുന്ന സ്ലിപ്പേഴ്സാണ് എടുത്തിട്ടത്. അതുകൊണ്ട് എനിക്ക് നടപ്പത്ര സുഖമായിരുന്നു. വാദി ഷാപ്പിലാണുള്ളത്. നമ്മൾ ആദ്യം ഒരു ബോട്ടിലൊക്കെ കയറി ഇവിടെ വന്നത്. ഇവിടെ നിന്ന് എത്ര ദൂരം നടക്കണമെന്ന് അറിയത്തില്ല. നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ വരുന്നത്. നമ്മളിപ്പോൾ ക്രോസ് ചെയ്ത പുഴയുടെ ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ ഇത്. ഈ കാണുന്നൊക്കെ താമരയാണ്. ഇത് ഫുള്ളായിട്ട് വിരിഞ്ഞിട്ടൊന്നുമില്ല, ഇങ്ങനെ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. സീസൺ ആകുമ്പോൾ ഈ പുഴ ഫുള്ള് താമരയെന്നാണ് പറഞ്ഞു കേട്ടോ. അപ്പം നല്ല ഭംഗിയാണ് കാണാനെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ആ സമയത്തുള്ള ബോട്ട് യാത്രയെ പറ്റി പറയണ്ടല്ലോ. ഇവിടെ നിന്നാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഈ വാദിയുടെ എൻട്രൻസ് മാത്രമാണ്. നമുക്കിവിടെ നിന്ന് ഏകദേശം ഒരു 30 മിനിറ്റോളം നടക്കാനുണ്ട്. നമ്മളിവിടെ ഈദ് ഹോളിഡേയ്സിൻ്റെ സമയത്താണ് കേട്ടോ വന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഹൈക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു നല്ല പ്ലേസാണ് കേട്ടോ ഈ വാദി ഷാപ്പ്. കുറച്ചൊക്കെ നടന്നപ്പോൾ തന്നെ ഇതുപോലൊരു ഭംഗിയുള്ള പോർഷൻ വന്നു കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഭയങ്കര വലിയ മലകളാണ്. അതിൻ്റെ നടുക്കൂടെയുള്ളൊരു ചെറിയ വഴി കൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ വഴി മുഴുവൻ പാറകളാണ്. അതുമാത്രമല്ല, ഈ മലയുടെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടി അതിൻ്റെ താഴ്വാരത്തിൽ 2 സൈഡിലും വെള്ളം ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ഭയങ്കര ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു ഇത്. പിന്നെ എൻ്റെ ഷൂ മാറ്റിയത് ഒരു വലിയ അബദ്ധമാണെന്ന് എനിക്ക് മനസ്സിലായതും ഈ ഒരു പോർഷന് വെച്ച് തന്നെയാണ്. കാര്യം ഇതിൻ്റെ നടക്കുന്ന പാത ഫുള്ള് പാറയാണ്. അതുകൊണ്ട് എനിക്ക് സ്ലിപ്പേഴ്സ് ഇട്ടിട്ട് പെട്ടെന്ന് അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയായിരുന്നു. നമ്മളങ്ങനെ ഫസ്റ്റ് വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് സൂക്ഷിക്കണം. കാര്യം നമ്മൾ പാറയുടെ മുകളിൽ കൂടെയൊക്കെയാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ വഴി അത്ര സുരക്ഷിതമല്ല. അപ്പം നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. എനിക്ക് ചെറുതായിട്ട് സ്ലിപ്പറി ആയിട്ടൊക്കെ ഫീൽ ചെയ്തായിരുന്നു. ഇവിടുത്തെ വ്യൂവിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഭയങ്കര അടിപൊളിയാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം, നമ്മൾ തിരക്ക് ഇല്ലാത്തൊരു സമയം പോയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നേനേന്ന് തോന്നിപ്പോയി. അതുമാത്രമല്ല, കുറച്ച് തണുപ്പുള്ളൊരു ക്ലൈമറ്റും കൂടെ ആയിരുന്നെങ്കിൽ ഭയങ്കര അടിപൊളിയായിരുന്നേനെ. നമുക്ക് ഈ മലയൊക്കെ കയറി മുകളിൽ പോയി കഴിഞ്ഞാൽ ഇതിനേക്കാളും അടിപൊളി വ്യൂ ഉണ്ട്. പക്ഷെ തിരക്കായതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയില്ല. കാര്യം വെള്ളമൊന്നും അത്ര നല്ലതല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ട് തിരിച്ചു വരുവാണ് ചെയ്തത്. ഒമാനിലെ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ ഇത്. പിന്നെ തിരക്കില്ലാത്തൊരു സമയം വരുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അടിപൊളിയാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.